കെമിസ്ട്രിയുടെ അടുത്തൊരു പാർട്ടിലോട്ട് പോവാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് സെല്ലുകളെ പറ്റിയിട്ട് നമ്മളുടെ കുറച്ച് സെല്ലുകളുണ്ട്. ഗാൽവനിക് സെല്ല്, ഡാനിയൽ സെല്ല്, പിന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, പിന്നെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കുറച്ച് റിയാക്ഷൻസ് എഴുതാനും സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻസ് എഴുതാനൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയാണ്. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി, എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിസിറ്റി, നമ്മളൊരു കെമിക്കൽ റിയാക്ഷനകത്ത് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, ഈ സ്പോണ്ടേനിയസ് എന്ന് പറയുന്ന വാക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്താണ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ, എന്ത് നടത്തുന്നു, ഒരു റിയാക്ഷൻ നടക്കുന്നു. ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ എന്ത് നടക്കുക, ഒരു റിയാക്ഷൻ നടക്കുവാണെങ്കിൽ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്, തെർമോഡൈനാമിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റഡിയാണ് എന്തിന്, ഇലക്ട്രിസിറ്റി, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയും, അല്ല ഒരു കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു, ഒരു ഇലക്ട്രിസിറ്റിനെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആ ആ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന്. അപ്പോൾ ഈ ഇലക്ട്രോ കെമിസ്ട്രി നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ റിയാക്ഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണ് നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുണ്ട്, അതേപോലെ ഇലക്ട്രോലിറ്റിക് സെല്ലുണ്ട്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് രണ്ട് സെല്ലായിട്ടാണ്. ഒന്ന് ഇലക്ട്രോ കെമിക്കൽ സെല്ലിലും, അടുത്തത് എന്താണ്, ഇലക്ട്രോലിറ്റിക് സെല്ലുമാണ് നടക്കുന്നത്. അപ്പം നോക്കിക്കേ, നമുക്കിവിടെ പറയാനുള്ള ഒന്നാമത്തെ ആള് എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നാ. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ എനർജീനെ എന്താക്കി മാറ്റുന്നു, കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു കൺവേർഷൻ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? മെയിൻലി നമുക്ക് രണ്ട് തരത്തിലുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുണ്ട്. ഒന്നാമത്തെ ഗാൽവനിക് സെല്ല്, രണ്ടാമത്തെ എന്താ, ഇലക്ട്രോലിറ്റിക് സെല്ല്. ഗാൽവനിക് സെല്ലിൻ്റെ വേറൊരു പേരാണ് വോൾട്ടായിക് സെല്ല്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ കൺവേർഷനാണ് നടക്കുന്നത്. എന്ത് കൺവേർഷനാണ്, കെമിക്കൽ എനർജീനെ എന്തായിട്ട് മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. കെമിക്കൽ എനർജീനെ എന്തായിട്ട് മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഇതിനുള്ള എക്സാമ്പിളാണ് ബാറ്ററീസ് എന്തിനുള്ള എക്സാമ്പിളാണെന്ന് ചോദിച്ചാൽ, ഗാൽവനിക് സെല്ലിൻ്റെ എക്സാമ്പിളാണ് എന്ത്, നമ്മുടെ എന്ത്, ബാറ്ററി എന്ന് പറയുന്നത്. അതേപോലെ ഇലക്ട്രോലിറ്റിക് സെൽ എന്താണെന്ന് ചോദിച്ചാൽ തിരിച്ചായിരിക്കും. എന്താ, ഇലക്ട്രിക്കൽ എനർജീസിനെ എന്തായിട്ട് മാറ്റുന്നു, കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താണ് ഗാൽവനിക് സെല്ല്, അതിനെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കണം, ഗാൽവനിക് സെല്ല് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാണ്ടെ നമുക്ക് എപ്പോഴത്തെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ സെല്ലിൻ്റെ ഇങ്ങനത്തെ ഒരു ഭാഗം, അതായത് ഒരു എന്താ, ഒരു നമ്മുടെ ഒരു ബീക്കറും പിന്നെ ഒരു ഇലക്ട്രോഡും താത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാഫ് സെല്ല്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് സെൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണോ, പറഞ്ഞത് മനസ്സിലായോ? അതായത് ഇതാണ് ഗാൽവനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി ഈ പകുതി ഭാഗം ഉണ്ടല്ലോ, അതായത് സിങ്കും ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഈ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ സിങ്ക് സൾഫേറ്റും, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഞാൻ രണ്ടായിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുവാണെങ്കിൽ ഇതൊരു ഹാഫ് സെല്ലാണ്, അങ്ങനെ ഇതൊരു ഹാഫ് സെല്ലാണ്, അതേപോലെ ഇതും ഒരു ഹാഫ് സെല്ലാണ്. അങ്ങനെ രണ്ട് സെല്ലുകൾ ചേർന്നിട്ട്, അപ്പം നമുക്ക് രണ്ട് സെല്ലുകളുണ്ട്. അപ്പം ഇതൊരു ഹാഫ് സെല്ലാണ്, ഇതും ഒരു ഹാഫ് സെല്ലാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ദണ്ട് എന്താണോ അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. അപ്പം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ഹാഫ് സെൽ, രണ്ട് ഹാഫ് സെല്ലുകൾ ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടായിരിക്കുന്നത്, ഒരു ഗാൽവനിക് സെൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഹാഫ് സെല്ലുകൾ ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഒരു ഗാൽവനിക് സെൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന ഇലക്ട്രോ കെമിസ്ട്രിനെ പറ്റിയിട്ടാണ്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കെമിക്കൽ എനർജി ഉണ്ടാകുന്നതും, അല്ല ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ കെമിക്കൽ എനർജി യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അത് നമുക്ക് രണ്ട് തരത്തിലുള്ള സെല്ലുകൾ പഠിക്കാനുണ്ട്.
ഒന്നാമത്തേണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജീനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു, ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറ്റുന്നു, കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അത് നമുക്ക് രണ്ട് തരത്തിലുള്ള സെല്ലുണ്ട്. ഗാൽവനിക് സെല്ലുണ്ട്, ഇലക്ട്രോലിറ്റിക് സെല്ലുണ്ട്. ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എനർജീനെ എന്തായിട്ട് മാറ്റുക, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുവാണ്. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, നമ്മുടെ ബാറ്ററീസ്. അത് ഇനി ഇലക്ട്രോലിറ്റിക് സെല്ല് തിരിച്ചാണ്, ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറ്റുന്നു, കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അപ്പം നമുക്ക് ഇവിടെ ആദ്യം പഠിക്കാനുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലിനാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാൽവനിക് സെൽ. അപ്പോൾ ഇതാണ് ഈ ഗാൽവനിക് ഒരു സെല്ല് പോലെയാണ്, നമ്മുടെ ബാറ്ററിയിലൊക്കെ കാണപ്പെടുന്ന സെല്ല് പോലെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഈ ഗാൽവനിക് സെല്ല് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗാൽവനിക് സെല്ലിൽ രണ്ട് ഹാഫ് സെല്ലുകളുണ്ട്. അതായത് ഈ ഭാഗം ഞാൻ ഈ സെല്ലിനെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന ഭാഗവും ഈ കാണുന്ന ഭാഗവും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇലക്ട്രോഡുകളുണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്. ഇലക്ട്രോഡുകളും ഉണ്ട്, അതിൻ്റെ എന്തുണ്ട്, സൊല്യൂഷൻസ് ഉണ്ട്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞത് ഈ കാണുന്ന ആളുണ്ടല്ലോ, ഈ സിങ്ക് ആണ് ഇതിനകത്തുള്ള ഇലക്ട്രോഡ്. ഇവിടുത്തെ ഇലക്ട്രോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, സിങ്ക് ആണ് ഇവിടുത്തെ ഇലക്ട്രോഡ്. ഇവിടുത്തെ ഇലക്ട്രോഡ് ആരാണ്, സിങ്ക് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ. ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ ദാ ഇവിടെ സിങ്ക് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കണം, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കണം. അതാണ് എന്ത്, ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ദാ ഇവിടെ നോക്കിക്കേ, ഇവിടെ കോപ്പർ ആണ്. കോപ്പർ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ആ സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്നാണ് ഇവിടുത്തെ എന്ത്, ഇലക്ട്രോലൈറ്റ്. ഓക്കെ ആണല്ലോ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. പിന്നെ ദാണ്ടെ ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണപ്പെടുന്നുണ്ട്, ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു ഒരു ഇത് കാണുന്നുണ്ട്, ഒരു അറേഞ്ച്മെന്റ് കാണുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള എന്ത് നടക്കുന്നുണ്ട്, അല്ല രണ്ട് തരത്തിലുള്ള സെല്ലുകളുണ്ട്, രണ്ട് സെല്ലുകളുണ്ട്, അതായത് രണ്ട് ഹാഫ് സെല്ലുകളുണ്ട്, പിന്നെ ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഓരോ കാര്യങ്ങളും ഉപയോഗിക്കുന്നത് നമ്മൾ പറയാം. സാൾട്ട് ബ്രിഡ്ജ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അയോൺസ് ഉണ്ടല്ലോ, അത് ഇവിടെ അയോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കും. ഈ അയോൺസിൻ്റെ മൂവ്മെൻറ്റുകൾ എന്ത് ചെയ്യാൻ വേണ്ടി, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. എന്തിനാ ഉപയോഗിക്കുന്നത്, അയോൺസിൻ്റെ മൂവ്മെൻറ്റുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആനോഡിനകത്ത് നടക്കുന്നത്, അപ്പോൾ ഇവിടെ ആനോഡും അതേപോലെ കാഥോഡും ഉണ്ട്. ആനോഡിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനോഡിന് നെഗറ്റീവ് ചാർജാണ്. ഗാൽവനിക് സെല്ലിൽ ദാണ്ടെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗമാണ് ആനോഡ്. ആനോഡിന് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും. കാഥോഡ് ഇവിടെ പോസിറ്റീവ് ഉണ്ടല്ലോ, കാഥോഡിന് എന്ത് ചാർജാണ്, കാഥോഡിന് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, ആനോഡിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ആളുകൾക്കാണ് ഓക്സിഡേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സെൽ എന്താണ്, നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി അടുത്ത നോക്കിക്കേ, കാഥോഡ് നോക്കിക്കേ. കാഥോഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഗെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യുക, ഗെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെല്ലിന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എവിടുത്തെ കാര്യമാണ്, ഗാൽവനിക് സെല്ലിലെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ സെല്ലിന് എന്ത് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ നമ്മൾ ഈ അയൺ ബ്രിഡ്ജ്, അപ്പോൾ മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബൈ അലോയിങ് ദ ഫ്ലോ ഓഫ് അയോൺ ബിറ്റ്വീൻ ഹാഫ് സെല്ലുകൾ. ഈ രണ്ട് ഹാഫ് സെല്ലിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, അയോൺസുകൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അങ്ങനെ ആ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ അയോൺസിൻ്റെ എന്ത്, ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പറഞ്ഞേക്കുന്നുണ്ട്, എക്സ്റ്റേണൽ സർക്യൂട്ടുകൾ കൊടുക്കാറുണ്ട്. എക്സ്റ്റേണൽ സർക്യൂട്ടുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത്, ഈ ഫ്ലോ ചെയ്യുവാണ് ആനോഡിൽ നിന്നും കാഥോഡിലോട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രിക്കൽ കറണ്ട് കൊടുക്കണം. അപ്പോൾ ആ ഇലക്ട്രിക്കൽ കറണ്ടാണ് ഇവിടുത്തെ എന്ത്, എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ കറണ്ടാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്, ഈ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഗാൽവനിക് സെല്ലിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഗാൽവനിക് സെല്ലിൻ്റെ എക്സാമ്പിളാണ്. അപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള സെല്ലുകളുണ്ട്, ഗാൽവനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും. ഗാൽവനിക് സെല്ലിൽ എന്താ നടക്കുന്നത്, കെമിക്കൽ എനർജീനെ നമ്മൾ എന്താ
എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. എക്സാമ്പിൾ ബാറ്ററി ഉണ്ട്, പിന്നെന്താണ് ഡാനിയൽ സെൽ ഉണ്ട്. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിനെ കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറ്റുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനിക് സെല്ലിലെ അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ്. ആരാണ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ്? എന്താണ് സാൾട്ട് ബ്രിഡ്ജ്? ആരാണ് ആനോഡ്? ആരാണ് കാഥോഡ്? എവിടെയാണ് ഓക്സിഡേഷൻ? എവിടെയാണ് റിഡക്ഷൻ? എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഇനി മെയിനായിട്ട് ആരെ പഠിക്കാൻ പോവാ? നമ്മുടെ ഡാനിയൽ സെല്ലിനെ പറ്റി പഠിക്കാൻ പോവാ. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഡാനിയൽ സെല്ലിൽ ആരൊക്കെയുള്ളത്? സിങ്കും കോപ്പർ ഇലക്ട്രോഡ്സുകളുള്ള സെല്ലാണ് എന്ത്? ഡാനിയൽ സെല്ല്. അപ്പോൾ ഡാനിയൽ സെല്ലിൽ നോക്കിക്കേ, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ള ആളാരാണ്? ആനോഡാണ്. ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസ് എന്നല്ല, നമ്മൾ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, സിങ്ക് ഇലക്ട്രോഡാണ്. സിങ്ക് ഇലക്ട്രോഡിൻ സിങ്ക് സൾഫേറ്റ്. സിങ്ക് എന്ത് ചെയ്യുന്നു? സിങ്ക് എന്തായിട്ട് മാറുന്നു? സിങ്ക് 2+ ആയിട്ട് മാറുന്നു. എങ്ങനെയാ മാറിയേ? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് കാഥോഡ്. കാഥോഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Cu2+ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു, കോപ്പറായിട്ട് മാറുന്നു. എടാ, നമ്മൾ ഇവിടുത്തെ ഈ റിയാക്ഷൻ എഴുതുമ്പോൾ എപ്പോഴും Cu+2 ഇലക്ട്രോൺ എന്ന് എഴുതരുത്. കാര്യം എന്നറിയാമോ? നമ്മുടെ മെറ്റൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രോണിനെ സ്വീകരിക്കില്ല. മെറ്റൽ എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രോണിനെ സ്വീകരിക്കില്ല. എപ്പോഴും എന്ത് ചെയ്യണം? വേക്കൻറ്റ് വരണം. വെച്ചാൽ 2 പേരെ സ്വീകരിക്കണം. ഇവിടെ 2 പേരുടെ കുറവുണ്ട്. അപ്പം നമ്മൾ Cu2+ തന്നെ എഴുതാവൂ. Cu എന്ന് എഴുതി കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? തെറ്റായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ റിയാക്ഷൻ എഴുതാൻ പഠിച്ചല്ലോ. നമ്മൾ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ. അപ്പോൾ ആനോഡിൽ നടക്കുന്നത് എന്താണ്? ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ. കാഥോഡിൽ നടക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. അപ്പം ഈ ഓക്സിഡേഷനും റിഡക്ഷനും കൂടെ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, റിഡോക്സ് റിയാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, ആനോഡിലെ റിയാക്ഷൻ എന്തുവായിരുന്നു? ആനോഡിലെ റിയാക്ഷൻ എന്തായിരുന്നു മക്കളെ? ആനോഡിലെ റിയാക്ഷൻ സിങ്കിനെ നമ്മൾ എന്തായിട്ട് മാറ്റി? സിങ്ക് 2+ ആയി. സിങ്ക് എന്തായി? സിങ്ക് 2+ ആയി. സിങ്ക് 2+ ആയി. എങ്ങനെയാ സിങ്ക് 2+ ആയേ? 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു? വിട്ടുകൊടുത്തുകൊണ്ട്. അപ്പം ഇവിടെ നമ്മൾ സിങ്കിന് പ്ലസോ നെഗറ്റീവ് ചാർജ് ഒന്നും കൊടുക്കണ്ട. കാരണം വെച്ചാൽ മെറ്റൽസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കാണിക്കുമെന്ന് നമുക്കറിയാം. അപ്പം സിങ്ക് എന്ത് ചെയ്തു? 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. സിങ്ക് എന്തായിട്ട് മാറി? എന്നിട്ട് സിങ്ക് 2+ ആയിട്ട് മാറി. സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടെടുത്ത് സിങ്ക് 2+, പിന്നെന്താ? 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത കോപ്പർ 2+ എന്ത് ചെയ്തു? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി? കോപ്പറായിട്ട് മാറി. അപ്പം ഇവിടെ കോപ്പർ 2+ എന്ന് തന്നെ എഴുതാവൂ. ഒരിക്കലും കോപ്പർ എന്ന് എഴുതരുത്. മെറ്റൽ എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രോണിനെ സ്വീകരിക്കില്ല. അവർ മെറ്റൽ എന്തേ ചെയ്യത്തുള്ളൂ? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ നടക്കുന്നത് ആനോഡിലെ റിയാക്ഷൻ, ഇതെന്താ? കാഥോഡിലെ റിയാക്ഷൻ. ആനോഡിലെ റിയാക്ഷൻ, കാഥോഡിലെ റിയാക്ഷൻ. ഇനി നമ്മുടെ അടുത്ത് പറയും ഓവറാൾ റിയാക്ഷൻ എഴുതാൻ ചോദിക്കും. അതായത് ഈ റിയാക്ഷൻ്റെ ഈ സെല്ലിൻ്റെ ഓവറാൾ റിയാക്ഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺസുകളിൽ ഏതാണ്? ഈ ഇലക്ട്രോണിനെ എനിക്ക് വെട്ടിക്കളയാലോ? വെട്ടിക്കളയാം. സിങ്ക് പ്ലസ് എന്ത് വരും? Cu2+. അതായത് ഈ ആരോയ്ക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള ആളുകളെല്ലാം ഒരു സൈഡിലും, പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു? ആരോ ഇട്ടു. പിന്നെ ആരാ? സിങ്ക് 2+ പ്ലസ് Cu. ഓക്കെ ആണല്ലോ. ഇതാണ് ഓവറാൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഗാൽവനിക് സെല്ലിന് ഒരു എക്സാമ്പിളാണ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ലിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്ന സിങ്കിനും റിഡക്ഷൻ സംഭവിക്കുന്ന ആർക്കാണ്? കോപ്പറിനുമാണ്. അപ്പോൾ ആനോഡിലെ റിയാക്ഷൻ എഴുതണം, കാഥോഡിലെ റിയാക്ഷൻ എഴുതാം. എപ്പോഴും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന സമയത്ത് പ്ലസ് ചാർജ് കൊടുത്തിരിക്കണം. അതായത് കോപ്പറാണ് ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം? പ്ലസ് ചാർജ് കൊടുക്കണം. അത് എന്തിനാ പ്ലസ് ചാർജ് കൊടുക്കുന്നത്? പ്യുവർ മെറ്റൽസ് ഒന്നും എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രോണിനെ സ്വീകരിക്കത്തില്ല, ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കത്തേ ഉള്ളൂ. ഇനി നമ്മൾ ഓവറാൾ റിയാക്ഷൻ എഴുതുമ്പം ഇലക്ട്രോൺസുകളെല്ലാം ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഈ ആരോയ്ക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും കിടക്കുന്ന ആളുകളെ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ താഴത്തോട്ട് ഇറക്കി വെക്കണം. അപ്പോൾ അങ്ങനെ എഴുതുന്നതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓവറാൾ റിയാക്ഷൻസ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
when an external potential is applied to the Daniell cell, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡാനിയൽ സെല്ലിലെ, അതായത് ഈ രണ്ട് സെല്ലിലെയും കൂടെ ഇ എം എഫ് എന്ന് പറയുന്നത്, രണ്ട് സെല്ലിലെയും ഇ എം എഫ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഹാഫ് സെല്ല് രണ്ടിൻ്റെയും കൂടി ഇ എം എഫ് എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ട് ആയിരിക്കും. അതെന്ത് ചെയ്യുന്നത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് കൊടുക്കുക? ഒരു പൊട്ടൻഷ്യൽ അങ്ങോട്ട് കൊടുക്കുകയാണ് ഈ ഡാനിയൽ സെല്ലിലോട്ട്. അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് ഈ ഇ എം എഫ് എന്ന് പറയുന്നത് എന്താ? 1.1നേക്കാൾ കുറവാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഇ എം എഫ്, ടോട്ടൽ ഇ എം എഫ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡാനിയൽ സെല്ലിനകത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ആ വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? 1.1 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് കൊടുക്കുക? പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ 1.1നേക്കാൾ കുറവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെ കുറവാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ എന്ത് ചെയ്യും? ആ സെല്ല് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇ എം എഫ് റെഡ്യൂസ് ചെയ്യും. ഇനി അടുത്തത് ഇലക്ട്രോളിസിസ് കണ്ടീഷൻ. അടുത്തൊരു കാര്യത്തിലോട്ട് പോവുകയാണ്. ഇവൻ എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സെൽ ഇ എം എഫ്. ഈ സെൽ ഇ എം എഫ് ആയിട്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്നത്, ഇപ്പം ഇവിടെ 1.1 ആണ് ഇവിടുത്തെ വോൾട്ടേജ്. ഞാൻ എന്ത് ചെയ്യുന്നു? 1.1 തന്നെ കൊടുക്കുവാണ്. ഞാൻ കൊടുക്കുന്നത് എന്താ? 1.1 തന്നെ ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് വരും? 0 ആയിരിക്കും. അവിടെ കറണ്ട് എന്ത് ചെയ്യത്തില്ല? ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടുത്തെ 1.1നേക്കാൾ ഞാൻ എന്ത് ചെയ്തു? 0.5 വോൾട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. 0.5 വോൾട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടുത്തെ നെറ്റ് ഇ എം എഫ് എന്ത് ചെയ്യും? ഇ എം എഫ് കുറയും. അപ്പം ഞാനിവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറയുകയാണ്. അപ്പം നമ്മുടെ ഈ സെല്ലിനകത്തോട്ട് ഞാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് കൊടുക്കുകയാണ്? ഇത് കൊടുക്കുകയാണ്, എന്താ? ഇ എം എഫ് കൊടുക്കുകയാണ്. അപ്പം നോക്കിക്കേ, ഇവിടുത്തെ 1.1 ആണ് ഇവിടുത്തെ നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ എന്ത് ഇ എം എഫ് എന്ന് പറയുന്നത് 1.1 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 1.1നേക്കായി 0.5 വോൾട്ട് ഞാൻ കൊടുക്കുവാണെങ്കിൽ അവിടുത്തെ ഇ എം എഫ്, നെറ്റ് ഇ എം എഫ് എന്ത് ചെയ്യും? നെറ്റ് ഇ എം എഫ് കുറയും. നെറ്റ് ഇ എം എഫ് കുറയും. ഓക്കെ. ഇനി അടുത്തൊരു കണ്ടീഷൻ പറയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഡാനിയൽ സെല്ലിലെ ഇ എം എഫ് എത്ര? ഡാനിയൽ സെല്ലിനകത്തുള്ള ഇ എം എഫ് എന്ന് പറയുന്നത് എത്ര? 1.1 ആണ്, അല്ലെ വോൾട്ട് 1.1 ആണ്. ഞാൻ എന്ത് ചെയ്യുക? അതേ വോൾട്ട് തന്നെ ഞാൻ 1.1 തന്നെ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താകും? ഇവിടുത്തെ നെറ്റ് വോൾട്ടേജ് എന്താകും? നെറ്റ് വോൾട്ടേജ് 0 ആകും. നെറ്റ് വോൾട്ടേജ് എന്താകും? 0 ആകും. അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല. വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടെങ്കിലല്ലേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അവിടെ എന്ത് ചെയ്യത്തില്ല? കറണ്ട് ഫ്ലോ നടക്കത്തില്ല. എന്നാൽ എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 1.1നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കൊടുത്തു. ഇവിടുത്തെ ഡാനിയൽ സെല്ലിലെ വോൾട്ടേജ് 1.1 ആണ്. ഞാൻ എന്ത് ചെയ്തു? ഞാനിവിടെ ഞാൻ കൊടുക്കുന്ന വാല്യൂ 2.3 വോൾട്ട് ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അവിടെ എന്ത് നടക്കും? ഇലക്ട്രോളിസിസ് നടക്കും. അവിടെ എന്ത് നടക്കും? ഇലക്ട്രോളിസിസ് നടക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പം ഒരു ഡാനിയൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ സെൽ ഇ എം എഫ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.1 ആയിരിക്കും. അപ്പൊ അതിനകത്ത് ഓരോ കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ, അല്ലെ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുവാണെങ്കിൽ, ഡാനിയൽ സെല്ലിൽ 1.1 ആണ് ഡാനിയൽ സെല്ലിലെ വോൾട്ടേജ്. ഞാൻ എന്ത് ചെയ്യുന്നു? 0.5 കൊടുക്കുന്നു. അപ്പം 1.1നേക്കാൾ കുറവാണല്ലോ 0.5. അപ്പൊ എന്ത് സംഭവിക്കും? എൻ്റെ നെറ്റ് ഇ എം എഫ് കുറയും. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈക്വൽ 1.1 തന്നെ കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നെറ്റ് വോൾട്ടേജ് 0 ആകുന്നു. 1.1നേക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അത് ഇലക്ട്രോളിസിസ് ഉണ്ടാകുന്നു. ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. എന്താണ്ട് നമ്മൾ ആ ഒരു ബീക്കറിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോഡ് ഉണ്ട്. ഈ കാണുന്ന സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റും ഇവിടുത്തെ ഈ ഇലക്ട്രോഡും ഉണ്ടല്ലോ, ഇലക്ട്രോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി അടുത്ത ഒരു ടേം ആണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് E0 വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാഫ് സെൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതായത് നമ്മുടെ ഒരു ഹാഫ് സെല്ലും, അതായത് നമ്മുടെ ഈ സിങ്ക് സൾഫേറ്റ് താത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെല്ലും എന്തും നമ്മുടെ ഹൈഡ്രജൻ ഇലക്ട്രോഡും തമ്മിലുള്ള എന്താ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആകണമെങ്കിലുള്ള കണ്ടീഷൻ അത് 1 മോളാർ ആയിരിക്കണം, 1 ATM ആയിരിക്കണം, 298 കെൽവിൻ ആയിരിക്കണം അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പം മനസ്സിലായോ? അപ്പം നമ്മളിവിടെ പറഞ്ഞത് നമ്മുടെ ഡാനിയൽ സെല്ലിനകത്തുള്ള
നെറ്റ് ഇ എം എഫ് എന്ന് പറഞ്ഞത് 1.1 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? 0.5 1.5നേക്കാൾ 1.1നേക്കാൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് കുറയും? നെറ്റ് ഇ എം എഫ് റെഡ്യൂസ് ചെയ്യുന്നു. ഈക്വൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? നെറ്റ് വോൾട്ടേജ് എന്താകുന്നു? 0 ആകുന്നു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാഫ് സെൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമ്മൾ ഷി എന്നാണ് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടുത്തെ കണ്ടീഷൻ, ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മോളാർ വോളിയം ആയിരിക്കണം, 1 atm പ്രഷർ ആയിരിക്കണം, 298 കെൽവിൻ ടെമ്പറേച്ചർ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു നമ്മൾ എന്തിനാണ് ഈ അത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഏതെങ്കിലും ഒരു സെല്ലിന്റെ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ ഇവിടെ ഒരു സെല്ലുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ എന്തെടുത്തു? ഇവിടെ ഞാൻ എടുത്തു, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ എടുത്തു. എന്നിട്ട് എനിക്ക് ആരെ കാണണം? ദാണ്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ കാണണം. അങ്ങനെ നമ്മൾക്ക് ഏതെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സെല്ലിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഉപയോഗിക്കുന്നത്. സെല്ല് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങടുത്ത് എന്ത് പറഞ്ഞു? നമ്മൾക്കിവിടെ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ആനോഡിൽ എന്താ നടക്കുന്നത്? ആനോഡിൽ നടക്കുന്നത് എന്താണ്? ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. ആനോഡിൽ ഓക്സിഡേഷൻ അല്ല, ഓക്സിഡേഷൻ എവിടാണോ നടക്കുന്നത് അത് ആനോഡാണ്. ഇനി നമ്മൾ എന്താ പറയുന്നത്? കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ എവിടെയാണോ നടക്കുന്നത് അതാണ് കാഥോഡ്. ഈ ഒരു കാര്യം അറിയാലോ. അപ്പം ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്ത് ചാർജ്? ഓക്സിഡേഷൻ വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ ആണല്ലോ. ഈ ഒരു കാര്യം അറിയില്ല. അപ്പൊ നമുക്കൊരു സെല്ല് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആനോഡ് ഏതാ കാഥോഡ് ഏതാന്ന് നോക്കണം. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ ഡാനിയൽ സെല്ലിനകത്തുള്ള നമുക്ക് 2 ഇലക്ട്രോഡ്സിനെ അറിയാം. ആരൊക്കെയായിരുന്നു? സിങ്ക് ആൻഡ് കോപ്പർ. അപ്പൊ ഇതിനകത്ത് ആരാണ് കാഥോഡ് ആരാണ് ആനോഡ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. റിയാക്ടിവിറ്റി സീരീസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് ഹൈഡ്രജൻ ബേസ് ആയിട്ടുള്ള സീരീസ് ആണിത്. ഹൈഡ്രജന് മുകളിലോട്ട് പോകുന്ന ആളുകൾക്ക് എന്ത് കൂടുന്നു? റിയാക്ടിവിറ്റി കൂടുന്നു. ഹൈഡ്രജന് മുകളിലോട്ട് പോകുന്ന ആൾക്ക് എന്ത് കൂടുന്നു? റിയാക്ടിവിറ്റി കൂടുന്നു. ഹൈഡ്രജന് മുകളിലോട്ട് പോകുന്നവർക്ക് റിയാക്ടിവിറ്റി കൂടുന്നു. ഹൈഡ്രജന് താഴത്തോട്ട് വരുന്ന ആളുകൾക്ക് എന്താണ്? റിയാക്ടിവിറ്റി എന്താ? കുറവാണ്. റിയാക്ടിവിറ്റി കുറവാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഹൈഡ്രജൻ ഇവിടെയാണ്. ഹൈഡ്രജന് മുകളിൽ ഇപ്പൊ നമുക്ക് ആരെ അറിയണ്ടേ? സിങ്കും കോപ്പറും അല്ലേ? അപ്പൊ നോക്കിക്കേ, ഹൈഡ്രജന് മുകളിലായിട്ടാണ് ആര് കിടക്കുന്നത്? നമ്മുടെ സിങ്ക് എവിടെ കിടക്കുന്നത്? ഹൈഡ്രജന് മുകളിലായിട്ടാണ്. അപ്പൊ ഹൈഡ്രജൻ എന്ത് കൂടുതലാ? സിങ്കിന് എന്ത് കൂടുതലാ? സിങ്കിന് റിയാക്ടിവിറ്റി എന്താ? കൂടുതലാണ്. ആരെ അപേക്ഷിച്ച്? റിയാക്ടിവിറ്റി കൂടുതലാണ്. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ? നമ്മുടെ കോപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ. അപ്പൊ കോപ്പറിന് എന്താ? റിയാക്ടിവിറ്റി എന്താ? റിയാക്ടിവിറ്റി കുറവാണ്. ഓക്കെ ആണല്ലോ. അപ്പം റിയാക്ടിവിറ്റി കൂടിയ ആളുകൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ അല്ലെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടും. അപ്പൊ റിയാക്ടിവിറ്റി എന്ത് ചെയ്തു? കൂടിയ ആള് അവർക്ക് എന്ത് കൂടും? ഡൊണേഷൻ കൂടും. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടും. ഡൊണേഷൻ കൂടുന്നു. ഡൊണേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഓക്സിഡേഷൻ എവിടെയാ നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാ? ആനോഡിലാണ്. ഓക്കെ ആണല്ലോ. അപ്പം മറന്നു പോത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കാമെങ്കിൽ ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സിങ്കും കോപ്പറുമാണ്. അപ്പൊ സിങ്കും കോപ്പറും എടുക്കുമ്പോൾ ഹൈഡ്രജന് മുകളിലായിട്ടാണ് സിങ്ക്, ഹൈഡ്രജന് താഴെയായിട്ടാണ് കോപ്പർ. ഹൈഡ്രജന് മുകളിലോട്ട് പോകുമ്പോൾ റിയാക്ടിവിറ്റി കൂടുന്നു. അപ്പൊ ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലും കോപ്പറിന് റിയാക്ടിവിറ്റി കുറവുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ റിയാക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണേഷൻ എന്ത് ചെയ്യുക? കൂടുകയാണ്. ഡൊണേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ എന്ത് ക്യാരക്ടറാ? ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആർക്കാണ്? ആനോഡിനാണ്. ഇനി അടുത്ത എഴുതാലോ. കോപ്പറിന്റെ കേസിൽ, അതായത് ഞാൻ സിങ്കിന്റെ കേസിലാണേ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത് ഞാൻ ആരുടെ കേസ് എടുക്കുക? കോപ്പറിന്റെ കേസ്. കോപ്പറിൽ എന്താ സംഭവിച്ചേ? കോപ്പറിന്റെ റിയാക്ടിവിറ്റി എന്താ? കോപ്പറിന്റെ റിയാക്ടിവിറ്റി കുറവാണ്.
റിയാക്ടിവിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന എന്ത് ചെയ്യും? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ കൂടും. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള കഴിവ് കൂടും. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ ആണല്ലോ. റിഡക്ഷൻ നടക്കുന്നത് എവിടെയാ? റിഡക്ഷൻ നടക്കുന്നത് എവിടാ? കാഥോഡിലാണ്. റിഡക്ഷൻ നടക്കുന്നത് എവിടെ? കാഥോഡിലാണ്. കാഥോഡിന് എന്ത് ചാർജ്? നെഗറ്റീവ് ചാർജ്. ആനോഡിന് എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ്. മക്കളെ, കാഥോഡ് സെല്ല്, ആ കാഥോഡിന്റെ ചാർജ് ആണ് പോസിറ്റീവും ആനോഡിന്റെ ചാർജ് ആണ് നെഗറ്റീവ്. അല്ലാതെ സിങ്കിന്റെ നമ്മൾ വിട്ടുകൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജ് ആണ്. പക്ഷെ ഡാനിയൽ സെല്ലിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? കാഥോഡിന് നെഗറ്റീവ് ചാർജും ആനോഡിന് പോസിറ്റീവ് ചാർജും. അപ്പൊ നമുക്കൊരു സെല്ല് തന്നു കഴിഞ്ഞാൽ ആ സെല്ലിനകത്തുള്ള എന്തൊക്കെ അറിയാൻ പറ്റും? ആരാണ് കാഥോഡ്, ആരാണ് ആനോഡ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിക്കേ, കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ടു പോസിറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ദാണ്ടെ നോക്കിക്കേ, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുവാണ്. അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ എങ്ങനെ ആയിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്, ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്ന കാര്യം എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാ. നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാ? സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. നോക്കിക്കേ, നമ്മൾ എങ്ങനെയാ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോവാ. എങ്ങനെയാണ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ ഇവിടുത്തെ റിയാക്ഷൻ നമുക്കറിയാം. ആനോഡിലെ റിയാക്ഷൻ എന്തുവായിരുന്നു? ആനോഡിലെ റിയാക്ഷൻ, ആനോഡില് സിങ്ക് എന്തായിട്ട് മാറുന്നു? സിങ്ക് 2+ ആയിട്ട് മാറുന്നു, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത്. ഇനി കാഥോഡിൽ എന്തായിരുന്നു? കാഥോഡിൽ നടന്നത് കോപ്പർ 2+ എന്ത് സംഭവിക്കുന്നു? കോപ്പർ ആയിട്ട് മാറുന്നു, 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച്. കോപ്പർ 2+ എന്ത് സംഭവിക്കുന്നു? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറുന്നു? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറുന്നു? കോപ്പർ ആയിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നോക്കിക്കേ, ഒരു 2 വര നമ്മൾ ഇങ്ങനെ ഇടണം. 2 വര. ഈ 2 വര റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും ആരെയാണെന്നറിയാമോ? നമ്മുടെ സാൾട്ട് ബ്രിഡ്ജ് ഇല്ലേ, ഹാഫ് സെല്ലിന്റെ അപ്പുറവും ഇപ്പുറവും കാണപ്പെടുന്ന സാൾട്ട് ബ്രിഡ്ജിന്റെ അപ്പുറം ഇപ്പുറം, സോറി, ഹാഫ് സെല്ലിനെ ഹാഫ് സെല്ലിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ലൈൻ ഇല്ലേ, ഒരു ബ്രിഡ്ജ് പോലത്തെ, ദാണ്ടെ നമ്മുടെ ഈ പിക്കിനകത്തുണ്ട്. ദാണ്ട് ഈ കാണുന്ന ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതാണ്. ഈ ഒരു പിക്ക് കണ്ടോ? ദേ ഇവിടെ ഈ ആരോ കൊടുത്ത് കണ്ടോ? ഇതിനെ നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സാൾട്ട് ബ്രിഡ്ജ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എന്താ, ഇലക്ട്രോൺസിന്റെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതാൻ പോവാണ്? റിയാക്ഷൻ എഴുതാൻ പോവാ. അപ്പൊ ദാണ്ടെ ഇവിടെ നമ്മൾ ഈ സാൾട്ട് ബ്രിഡ്ജിന്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? റിയാക്ഷൻ എഴുതേണ്ടത്. അപ്പൊ ആനോഡിലെ റിയാക്ഷൻ ഞാൻ എഴുതുവാണ്. സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയി. ഓക്കെ ആണല്ലോ. ഇനി കോപ്പർ 2+ എന്തായിട്ട് മാറി? കോപ്പർ ആയിട്ട് മാറി. ദാ ഇങ്ങനെ തന്നെ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഡബിൾ വര ഇട്ട് കൊടുത്താൽ, 2 വര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആരെയാ ഡിനോട്ട് ചെയ്യുന്നത്? ഇതെന്താ? സാൾട്ട് ബ്രിഡ്ജ് ആണ്. ഇത് സാൾട്ട് ബ്രിഡ്ജ് ആണ്. ഇതാരാണ്? ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. ഓക്കെ ആണല്ലോ. ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. അപ്പൊ പൊട്ടൻഷ്യൽ ടേംസ് ആണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ, ഈ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന അടുത്തൊരു ടേം ആണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാണ്. ദാണ്ടെ ഇങ്ങനെ നമുക്കൊരു സെല്ല് തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സെല്ല് തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സെല്ല് തരുക, കോപ്പർ കോപ്പർ 2, സോറി, കോപ്പർ 2+, കോപ്പർ 2+ എന്തായി? കോപ്പറായി. ഈ സെല്ല് തന്നിട്ട് നമുക്ക് ആനോഡ് ഏതാ കാഥോഡ് ഏതാന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുമല്ലോ. ആരാ? ആനോഡ് ഇതാണ്. ആനോഡ് എവിടാണ്? ആനോഡ് സിങ്ക് ആണ്. സിങ്കിലാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത്. കാഥോഡ് ആരാ? കാഥോഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഥോഡ് കോപ്പർ ആണ്. കോപ്പറിലാണ് എന്ത് നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെല്ല് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കാഥോഡ് ഏതാ, ആനോഡ് ഏതാന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ പറഞ്ഞ 2 ടേംസ് നമ്മൾ നോക്കിയേ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും. എന്താണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ
ഇവിടുത്തെ ഇതില്ലേ നമ്മുടെ ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡും തമ്മിൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡും ഇപ്പൊ സിങ്ക് സൾഫേറ്റിന് ഇലക്ട്രോഡ്, കോപ്പർ സൾഫേറ്റിന് ഇലക്ട്രോഡ്. അപ്പൊ അവർ തമ്മിൽ എന്ത് ചെയ്യുക, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും. അങ്ങനെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ ആരും തമ്മിലാ, ഇലക്ട്രോഡും ആരാ, ഇലക്ട്രോലൈറ്റും തമ്മിലാണ്. ആരൊക്കെ തമ്മിലാ, ഇലക്ട്രോഡും അതേപോലെ തന്നെ ആരാ, ഇലക്ട്രോലൈറ്റും തമ്മിലാണ്. അപ്പൊ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിൽ എന്ത് നടക്കുകയാണെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുപിടിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുവാണെങ്കിൽ, അപ്പൊ ഇത് മറന്നു പോകരുത്. റിയാക്ടിവിറ്റി സീരീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനോഡ് ആണോ കാഥോഡ് ആണോ, അതേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് എഴുതാൻ പറ്റും. ഒരു സെൽ റെപ്രസെന്റേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പിന്നെ റിയാക്ടിവിറ്റി ആൻഡ് പൊട്ടൻഷ്യലിനെ പറ്റി പറയാം. റിയാക്ടിവിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടും. റിയാക്ടിവിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുന്നു. എന്തുകൊണ്ടാ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുന്നേ, റിയാക്ടിവിറ്റി കൂടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവല്ലേ കൂടുന്നത്. അപ്പം റിയാക്ടിവിറ്റി കൂടും. ഇപ്പൊ കോപ്പറും ഉണ്ട്, ആരുണ്ട്, സിങ്ക് ഉണ്ട്. ഇതിനകത്ത് ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, സിങ്കിനാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഓക്സിഡേഷൻ കൂടുന്നു. അപ്പൊ വിട്ടുകൊടുക്കല്ലേ, അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കുറയും, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എന്താ സെല്ല്, ഒരു സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ സെല്ലിന്റെ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സിങ്ക് 2+, ഇതാ ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്, റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, സിങ്കിന്റെയും കോപ്പറിന്റെയും. ഈ സ്റ്റാൻഡേർഡ് കാണാൻ ഈ കാഥോഡ് മൈനസ് ആനോഡ് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, സെൽ റെപ്രസെന്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ വെച്ചിട്ട്. അപ്പം ആരുടെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്, ആദ്യം നമ്മൾ പറഞ്ഞ സിങ്കിന്റെ ആയിരുന്നു. ആനോഡിൽ എന്താ നടന്നത്, സിങ്ക് എന്തായിട്ട് മാറി, സിങ്ക് 2+ ആയിട്ട് മാറി. എങ്ങനെ, 2 ഇലക്ട്രോണിനെ കൊടുത്ത്. ഇനി കാഥോഡിൽ എന്താ സംഭവിച്ചത്, കോപ്പർ 2+ എന്ത് ചെയ്തു, 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി, കോപ്പർ ആയിട്ട് മാറി. സെല്ല് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വരച്ചു, സാൾട്ട് ബ്രിഡ്ജ് വരച്ചു. ആനോഡിലുള്ള റിയാക്ഷൻ ഈ സൈഡിൽ സിങ്ക്, പിന്നെ ഒരു സിംഗിൾ ലൈൻ സിങ്ക് 2+. ഇവിടെ എന്താ, കോപ്പർ 2+, പിന്നെന്താ കോപ്പർ. ഓക്കെ ആണല്ലോ, ഇങ്ങനെ ആയിരുന്നു സെൽ റെപ്രസെന്റേഷൻ. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കോണം, കാഥോഡും ആനോഡും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുക. ആരെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നു, ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. എങ്ങനാ, നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് വരച്ചു. എന്നിട്ട് ആനോഡ് ആരാ, കോപ്പർ 2+ ആയി. ഓക്കെ ആണല്ലോ. ഇനി എന്തുവാ, കാഥോഡ് എവിടാ, കാഥോഡ് എവിടാ, ഇവിടെ അല്ലേ, Ag+ എന്തായി, Ag ആയിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മൾ സെൽ റെപ്രസെന്റേഷൻ എഴുതുന്നത്. അപ്പൊ സെൽ റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ ആനോഡ് കാഥോഡ്, ആരാണ് പോസിറ്റീവ് ആരാണ് ഇലക്ട്രോഡ് ആരാണ് നെഗറ്റീവ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്, ഇത് ഡെറിവേഷൻ വഴിയായിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നത്. നമുക്കിവിടെ ഡെറിവേഷൻസ് ഒന്നും വേണ്ട. ഈ ഇക്വേഷന്റെ പേരാണ് നാൺസ്റ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നാൺസ്റ്റ് ഇക്വേഷനും ഇക്വിലിബ്രിയവും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ സെൽ ഈസ് ഈക്വൽ ടു 2.303 RT/NF log Kc. Kc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അവിടുത്തെ ടെമ്പറേച്ചർ എത്ര, 298 കെൽവിൻ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ ഗിബ്സ് ഫ്രീ എനർജിയും ആരും തമ്മിലുള്ള റിലേഷനാ, ഇലക്ട്രോ കെമിക്കൽ സെല്ലും തമ്മിലുള്ള റിലേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഈ ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്ത് നമ്മൾ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. അപ്പോൾ R എന്ന് പറയുന്ന റെസിസ്റ്റൻസും L ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആണെങ്കിൽ ഒരു റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, R എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, 1/ρ പ്രൊപ്പോർഷണൽ ആയിരിക്കും. 1/ρ അല്ല 1/A പ്രൊപ്പോർഷണൽ ആയിരിക്കും. 1/A
എക്ക് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണൽ ചിഹ്നം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് ഇടുന്നു. അതിനെ നമ്മൾ റോ എന്ന് വിളിക്കുന്നു. ആ റോയാണ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, 1/a. ഓക്കെ ആണല്ലോ. 1/a എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. അതാണ് ദാ ഇവിടെ കൊടുത്തേക്കുന്നത് ഈ 1/a എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? R ഈസ് ഈക്വൽ ടു 1/ka എന്ന് എഴുതാം. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്. ഇനി കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. നമ്മൾ എടുക്കുന്ന ഈ സൊല്യൂഷൻ ഇല്ലേ? ഈ സൊല്യൂഷൻ അല്ലേ കണ്ടക്ടിവിറ്റി ചെയ്യുന്നത്? ഇവിടെ എടുക്കുന്ന സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ എന്താണ്? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് ആഡഡ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ടെമ്പറേച്ചർ, അതേപോലെ തന്നെ നേച്ചർ ഓഫ് സോൾവെന്റ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് ഡെറിവേഷൻസ് ഇവിടെ വേണ്ട. നമുക്ക് എന്ത് മാത്രം മതി? ഇക്വേഷൻസ് മാത്രം മതി. നോക്കിക്കേ, ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാനിയൽ സെല്ലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡാനിയൽ സെല്ലിൽ സിങ്കും കോപ്പറും കൂടെ വരുന്ന സെല്ലാണ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ലിൽ എന്ത് നടക്കുന്നു? ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷനും. ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു? റിഡക്ഷനും സംഭവിക്കുന്നു. ഓവറോൾ റിയാക്ഷൻ നമ്മൾ എഴുതാൻ പഠിച്ചു. എന്ത് ചെയ്തു? കാഥോഡിലെ ആനോഡിലെ റിയാക്ഷൻ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവ തമ്മിൽ ഇലക്ട്രോൺസിന്റെ ഭാഗം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാം. ഒരു ഓവറോൾ റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഡാനിയൽ സെല്ലിന്റെ വോൾട്ടേജ് എപ്പോഴും 1.1 ആണ്. അപ്പൊ ഞാൻ അതിലൊക്കെ താഴത്തെ ഒരു വോൾട്ടേജ് അങ്ങോട്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 1.1നേക്കാൾ കുറവ് കൊടുക്കുവാണെങ്കിൽ അവിടുത്തെ EMF എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റിക് കണ്ടീഷനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 1.1 തന്നെ എന്നിട്ട് ഡാനിയൽ സെല്ലിലെ EMF തന്നെ ഞാൻ കൊടുക്കുവാണെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 1.1 വോൾട്ടിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ഞാൻ കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഇലക്ട്രോളിസിസ് ഉണ്ടാകുന്നു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡും, അല്ലാതെ രണ്ട് ഇലക്ട്രോഡ് അല്ല. ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ആ റോഡില്ലേ നമ്മൾ മുക്കി വെച്ചിരിക്കുന്ന റോഡും, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൊല്യൂഷനുമാണ്. അവർ തമ്മിലുള്ള എന്താ? ഡിഫറൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാഫ് സെല്ലാണ്. രണ്ട് ഹാഫ് സെല്ലുകൾക്കിടയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോളാർ എന്താ? 1 മോളാർ വോളിയം, 1 atm പ്രഷർ, 298 കെൽവിൻ. പിന്നെ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനോഡ് കാഥോഡ് ആരാന്ന് അറിയാൻ പറ്റും. ഹൈഡ്രജന് മുകളിലോട്ട് പോകുന്തോറും എന്ത് കൂടുന്നു? റിയാക്ടിവിറ്റി കൂടുന്നു. ഹൈഡ്രജന് താഴോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി കുറയുന്നു. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ ആളുകൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുന്നു. ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. ഓക്സിഡേഷൻ എവിടാ നടക്കുന്നത്? ആനോഡിലായിരിക്കും. ആനോഡിന് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി റിഡക്ഷൻ നടക്കുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോപ്പർ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുകൾക്ക് റിഡക്ഷൻ സംഭവിക്കുന്നു. റിഡക്ഷൻ സംഭവിക്കുന്ന വെച്ചാൽ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നു. അവർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നടുക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സാൾട്ട് ബ്രിഡ്ജ് വരയ്ക്കണം. സാൾട്ട് ബ്രിഡ്ജിനെ സൂചിപ്പിക്കുന്ന രണ്ട് ഈക്വൽ ലൈൻസ് ആണ്. അതിന് റൈറ്റും ലെഫ്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആനോഡിന്റെയും കാഥോഡിന്റെയും റിയാക്ഷൻ എഴുതുന്നു. അതാണ് എന്ത്? നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ. അപ്പൊ സെൽ റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആനോഡ് കാഥോഡ് ഏതാണെന്നറിയാം, ഓക്സിഡേഷൻ റിഡക്ഷൻ ഏതാണെന്ന് അറിയാൻ പറ്റും. ഇനി ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനും തമ്മിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ലോസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ തമ്മിൽ, സിങ്കും സിങ്ക് സൾഫേറ്റും തമ്മിൽ, കോപ്പറും കോപ്പർ സൾഫേറ്റും തമ്മിൽ എന്ത് സംഭവിക്കുകയാണ്? ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുവാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ടാകുന്നത്. ഇനി അടുത്തത് റിയാക്ടിവിറ്റി. നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുന്ന എങ്ങനെ? റിയാക്ടിവിറ്റി കൂടുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുന്നു. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു മെറ്റലിനെ എന്ത് ചെയ്യാൻ പറ്റും? വിട്ടുകൊടുക്കാൻ പറ്റുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? കോപ്പറിന്റെയും സിൽവറിന്റെയും കൂടെ എന്ത് എഴുതി? നമ്മൾ എന്തെഴുതാൻ പഠിച്ചു? സെൽ റെപ്രസെന്റേഷൻ. പിന്നെ നമ്മൾ നാൺസ് ഇക്വേഷനും ഇക്വിലിബ്രിയം തമ്മിലുള്ള റിലേഷൻ, അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഗിബ്സ് ഫ്രീ എനർജിയുമായിട്ട് വരുന്ന റിലേഷൻസ്, കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ അതിന്റെ ഇക്വേഷൻസും നമ്മൾ പഠിച്ചു. പിന്നെ ഒരു കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് ആഡഡ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ടെമ്പറേച്ചർ,
നേച്ചർ ഓഫ് സോൾവെന്റ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അൺനോൺ റെസിസ്റ്റൻസ് കാണാൻ, ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, R1 അതേപോലെ തന്നെ ഇവിടെ എത്ര തരത്തിലുള്ള റെസിസ്റ്റൻസ് ഉണ്ട് മക്കളെ? ദാ R1 ഒരു റെസിസ്റ്റന്റ് ആണ്, R2 ഉണ്ട്, അതേപോലെ തന്നെ R3 ഉണ്ട്, പിന്നെ നമുക്ക് അറിയാത്ത ആളാണ് RX. അപ്പൊ ഈ RXനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, അപ്പൊ ഇവിടെ ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവാ, അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ നോക്കിക്കോണം. അൺനോൺ റെസിസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R2 is equal to R1 R3 by എന്താണ്, R4 ആണ്. അപ്പൊ ദേ ഇവിടുത്തെ നോക്കിക്കേ, RX is equal to എന്ത് വരുന്നു, R1 R3 by എന്ത് വരുന്നു, R2 വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് തരുന്ന അൺനോൺ റെസിസ്റ്റന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്രിഡ്ജ് ആണ് ഏത്, നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നമുക്ക് ആരെയൊക്കെ തരും, R1 തരും, R2 തരും, R3 തരും. RX എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ആ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇനി മോളാർ കണ്ടക്ടിവിറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലാംഡ എം എന്നാണ്. മോളാർ കണ്ടക്ടിവിറ്റി ഇസ് എ മെഷർ ഓഫ് ഹൗ വെൽ ഇലക്ട്രോലൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എങ്ങനെയാണ് ഒരു ഇലക്ട്രോലൈറ്റ് എത്രത്തോളം നല്ലതായിട്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു എന്നാണ് മോളാർ കണ്ടക്ടിവിറ്റിയിൽ പറയുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി കാണുന്ന ഇക്വേഷൻ ലാംഡ എം ഈസ് ഈക്വൽ ടു കെ ബൈ സി ആണ്. ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താ, മോളാർ കണ്ടക്ടിവിറ്റി. കെ നമ്മൾ കാപ്പ എന്നാണ് പറയുന്നത്, കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇനി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ എങ്ങോട്ട് പോകുന്നു, സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഉണ്ടാകുന്ന മോളാർ കണ്ടക്ടിവിറ്റി, അപ്പോൾ ഉണ്ടാകുന്ന ഒരു മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ടല്ലോ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതിനെ ഡിനോട്ട് ചെയ്യുന്ന എങ്ങനെയാ, ലാംഡ 0m എന്നും. ലാംഡ എം എന്താ, മോളാർ കണ്ടക്ടിവിറ്റി ആണ്, മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ ആണല്ലോ, മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, ഇനി നമുക്ക് കോൾറാഷസ് ലോ എന്താ പറയുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്. കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി എന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞത്, സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷന് എന്താണ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പം കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തിന്റെ സമ്മാണ്, സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. അതായത് നമ്മുടെ ഹാഫ് സെല്ല് 2 സെല്ലല്ലേ കോൺട്രിബ്യൂഷൻ, അപ്പൊ 2 സെല്ലിൽ, അപ്പൊ ഓരോ സെല്ലിലെ കോൺട്രിബ്യൂഷന് തുല്യമാണ് ഒരു സെല്ലിലെ കണ്ടക്ടിവിറ്റി, ഒരു ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് നമ്മളിവിടെ എക്സാമ്പിൾ വെച്ച് പറയാണ്. MgCl2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എന്തായിട്ട് മാറി, Mg2 പ്ലസും പ്ലസ് 2Cl മൈനസ് ആയി മാറി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോളാർ കണ്ടക്ടിവിറ്റി ടൈമിൽ എഴുതാൻ പറ്റും. M is equal to MgCl2 gives എന്ത് വരും, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എന്താ, മഗ്നീഷ്യം 2 പ്ലസ് എന്താ, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആ കോഷ്യന്റ് എഴുതണേ, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ക്ലോറിൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾറാഷസ് ലോ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു റിയാക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പറയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. നമ്മൾ എൻതാൽപ്പിയുടെ ചാപ്റ്റർ പറഞ്ഞപ്പോൾ അവിടെ കുറച്ച് എൻതാൽപ്പി അല്ല, തെർമോഡൈനാമിക്സിന്റെ ചാപ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾക്ക് ഓരോ റിയാക്ഷൻ എൻതാൽപ്പി പറഞ്ഞു, എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പി ഓഫ് ഡിസോസിയേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ, എന്തിന്റെ ആപ്ലിക്കേഷൻ, കോൾറാഷസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. പിന്നെന്താ, അയോണിക് കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ഡിറ്റർമൈൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം, നമ്മുടെ കോൾറാഷസ് ലോ ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ഇലക്ട്രോലിറ്റിക് സെല്ല്. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ പറ്റിയിട്ടാണ്, എക്സാമ്പിൾ ആണ്
ഗാൽവനിക് സെല്ല്. അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ലിനെ പറ്റി പറയാണ്. ഇലക്ട്രോലിറ്റിക് സെൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സെല്ല് യൂസ് ഇലക്ട്രിക്കൽ എനർജി ടു ഡ്രൈവ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ എന്ത് വേണം? ഫോഴ്സുകൾ വേണം ആ റിയാക്ഷൻ നടക്കാൻ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനും ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ, മെറ്റൽ എക്സ്ട്രാക്ഷന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇലക്ട്രോലിറ്റിക് സെൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മെറ്റലർജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെല്ല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്യൂരിഫിക്കേഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെറ്റൽ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ ഉപയോഗിക്കുന്നു? ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് അവിടുത്തെ ആനോഡിന് പോസിറ്റീവ് ആയിരിക്കും ഓക്സിഡേഷൻ, കാഥോഡ് നെഗറ്റീവ് ആയിരിക്കും റിഡക്ഷൻ. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേജിലോ ആയിരിക്കും പവർ എന്തുണ്ട്? എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കണം. അപ്പൊ ഇത് എന്തിന്റെ? ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇലക്ട്രോലിറ്റിക് സെല്ല്. ഇലക്ട്രോലിറ്റിക് സെല്ലില് ആനോഡ് ഉണ്ട്. ആനോഡിൽ എന്ത് സംഭവിക്കുന്നു? സാധാരണ ഓക്സിഡേഷൻ തന്നെ. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? കാഥോഡ് ഉണ്ട്. കാഥോഡിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് റിഡക്ഷൻ ആണ്. കാഥോഡിൽ റിഡക്ഷൻ ആണ്. പിന്നെ ഇവിടെ എന്താ? ഇത് സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കണം. എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കണം. അതിന് എക്സാമ്പിൾ ആണ് എന്താ? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. അപ്പൊ വാട്ടറിന്റെ കാഥോഡിലെ റിയാക്ഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. അതേപോലെ ആനോഡിലെ റിയാക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. കാഥോഡിലെ റിയാക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. എങ്ങനെയാണ് ഓവറോൾ റിയാക്ഷൻ എഴുതുന്നത്? 2H2O എന്തായി? H2O എന്തായി? O2 പ്ലസ് 4H പ്ലസ് 4E. ദെൻ എന്താ? അടുത്ത കാഥോഡിലെ റിയാക്ഷൻ എങ്ങനാ? 4H പ്ലസ് 4E ഗീവ് എന്ത് കിട്ടി? 2H2O. കാഥോഡും ആനോഡും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഇങ്ങനെ എഴുതി വെക്കണം. കാഥോഡിലെ ആനോഡിലെ റിയാക്ഷൻ നമ്മൾ ഓവറോൾ റിയാക്ഷൻ എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോക്കിക്കേ, ഇവിടെ തന്നെ നോക്കിക്കേ, ഇത് കാഥോഡിലെ റിയാക്ഷൻ ആണല്ലോ, ഇത് ആനോഡിലെ റിയാക്ഷൻ ആണ്. അപ്പൊ ഇവരെ എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇവരിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആരോഗ്യ ഇപ്പുറം സൈഡിലുള്ള ആളുകൾ ആരൊക്കെയാ? ഇവിടുത്തെ അയോൺസുകൾ തമ്മിൽ വെട്ടിപ്പോവാ. നോക്കിക്കേ, 2H2O. അതേപോലെ തന്നെ ആരാണ്? ഗിവ്സ് O2. പിന്നെന്താ? 4H പ്ലസ് 4 ഇലക്ട്രോൺ ആൻഡ് 4H പ്ലസ് പിന്നെ 4 ഇലക്ട്രോണ് ഗീവ്സ് എന്ത് വന്നു? 2H2. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയുണ്ട്? 4 ഇലക്ട്രോൺ 4H പ്ലസ് 4H പ്ലസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2H2O ഗീവ്സ് എന്ത് വരുന്നു? O2 പ്ലസ് 2H2. O2 പ്ലസ് 2H2. അപ്പൊ ഇതാണ് എന്ത്? ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്തിന്റെ? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിന്റെ. ഓക്കെ ആണല്ലോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിന്റെ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ആനോഡ്, കാഥോഡ്. ആനോഡ് നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻസ്. ഓക്കെ ആണല്ലോ. എന്തിന്റെ? നമ്മുടെ വാട്ടറിന്റെ ഇലക്ട്രോളിസിന്റെ പിക്ചർ ആണിത്. വാട്ടറിന്റെ എന്താ? ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിന്റെ എന്താ? പിക്ചർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ആനോഡിൽ 2H2O എന്തായിട്ട് മാറുന്നു? ഗീവ്സ് എന്താ? O2 പ്ലസ് 4H പ്ലസ് പിന്നെ എന്താ മാറുന്നത്? 4 ഇലക്ട്രോണ്. കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? കാഥോഡിൽ സംഭവിക്കുന്നത് 4H പ്ലസ് എന്താ? 4 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് ചെയ്തു? 4 ഇലക്ട്രോണിനെ സ്വീകരിച്ച് 2H2 ആകുന്നു. ദെൻ ഓവറോൾ റിയാക്ഷൻ എന്ത് വരുന്നു? ഇവരെ എല്ലാം വെട്ടുന്നു. ആരൊക്കെ? ഈക്വൽ ആയിട്ട് വരുന്ന ആളുകളെ വെട്ടുന്നു. അപ്പൊ ലാസ്റ്റ് 2H2O ഗീവ്സ് എന്ത് വരുന്നു? O2 പ്ലസ് 2H2. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ബാറ്ററീസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ബാറ്ററിയുടെ ഡെഫിനിഷൻ എന്താന്ന് ചോദിച്ചാൽ, ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിവൈസ് ആണ്. എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ കെമിക്കൽ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വഴി. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വഴി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന
കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ആളുകളെ അല്ലെ ആ സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ആ ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ബാറ്ററീസ്. ബാറ്ററീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കിയേക്കെന്ന് ചോദിച്ചാൽ വൺ ഓർ മോർ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ചേർന്നോ ഒന്നോ അതിലധികമോ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ചേർന്നിട്ടാണ് ബാറ്ററി ഉണ്ടായിരിക്കുന്നത്. ബാറ്ററി രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയുണ്ട്? ബാറ്ററീസ് എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററീസ് രണ്ട് തരത്തിലുള്ള ബാറ്ററീസ് നമുക്കുണ്ട്. ഒന്നാമത്തെ ബാറ്ററിയാണ് പ്രൈമറി സെല്ലും അതേപോലെ രണ്ടാമത്തെയാണ് സെക്കൻഡറി സെല്ലും. പ്രൈമറി സെല്ലിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നോൺ റീചാർജബിൾ ആണ്. നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ ആണ് ആൽക്കലൈൻ ബാറ്ററി. ഇനി സെക്കൻഡറി ബാറ്ററി എന്താ? നമുക്ക് റീചാർജ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. റീചാർജബിൾ ബാറ്ററി ആണ്. എക്സാമ്പിൾ ആണ് ലിഥിയം അയോൺ ബാറ്ററി, ലിഥിയം ആസിഡ് ബാറ്ററി, ലിക്കൽ കാഡ്മിയം ബാറ്ററി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ ഒരാൾ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കണം. ആരാന്ന് ചോദിച്ചാൽ ലിഥിയം അയോൺ ബാറ്ററി. അടുത്തത് ആനോഡ് ഗ്രാഫൈറ്റ് ആണ്. കാഥോഡ് ലിഥിയം മെറ്റൽ ഓക്സൈഡ് ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന സാൾട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഥിയം സാൾട്ടിനാണ് ഓർഗാനിക് സോൾവെന്റ്. ഓർഗാനിക് സോൾവെന്റ് ലയിച്ച ലിഥിയം സാൾട്ട് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് ബാറ്ററി ആണ്. ബാറ്ററി എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ്. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കെമിക്കൽ എനർജിനെ എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വഴി രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെ? പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? അത് നോൺ റീചാർജബിൾ ആണ്. റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സെക്കൻഡറി ബാറ്ററി എന്ന് വെച്ചാൽ റീചാർജ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആണ് ലിഥിയം എന്താ? ലിഥിയം അയണും അല്ലെങ്കിൽ ലെഡ് ആസിഡ് അല്ലെങ്കിൽ എന്താ? നിക്കൽ കാഡ്മിയം. എക്സാമ്പിൾ ആണ് ലിഥിയം അയോൺ ബാറ്ററി, ഗ്രാഫൈറ്റ്, ലിഥിയം മെറ്റൽ, അതേപോലെ എന്താ? ലിഥിയം സാൾട്ടിൻ ഓർഗാനിക് സോൾവെന്റ് ആണ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഫ്യൂവൽ സെല്ലിനെ പറ്റി പറയാണ്. ഫ്യൂവൽ സെല്ലിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എ ഡിവോഴ്സ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ത്രൂ എ കെമിക്കൽ റിയാക്ഷൻ. ബാറ്ററി നമ്മൾ പറഞ്ഞത് എന്താ? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കെമിക്കൽ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നാൽ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. എങ്ങനെ ഉണ്ടാകുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്യൂവൽ സെല്ല്. ഫ്യൂവൽ സെല്ല് എന്ത് നടക്കുന്നില്ല? കമ്പഷൻ നടക്കുന്നില്ല. ഓക്സിജന്റെ കമ്പഷൻ നടക്കുന്നില്ല. ഇത് സിമിലർ ടു ബാറ്ററി ബട്ട് റിക്വയർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഫ്യൂവൽ ആൻഡ് ഓക്സിജൻ ടു ഓപ്പറേറ്റ്. ഇത് എന്തിനെ പോലെയാണ്? ബാറ്ററിയെ പോലെയാണ്. പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. നമ്മൾ എന്ത് കൊടുക്കണം? ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ബട്ട് ഇറ്റ് ഇസ് റിക്വയർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഫ്യൂവൽ. നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂവൽ സപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ. അതിന് എക്സാമ്പിൾ ആണ്. അതിനകത്തുള്ള ആനോഡ് ആരാണ്? അതിനകത്തുള്ള കാഥോഡ് ആരാണ്? അതിനകത്തുള്ള ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആരാണെന്ന് എഴുതണം. പിന്നെ അതിനകത്തുള്ള ഓവറാൾ റിയാക്ഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. അതിനകത്തുള്ള ഓവറാൾ റിയാക്ഷൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമുക്കൊരു ഒരു സെല്ല് തരുവാണെങ്കിൽ, ഒരു ഡാനിയൽ സെല്ലാണ് നമുക്ക് ഗാൽവനിക് സെല്ലിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ഒരു സെല്ല് തരുവാണെങ്കിൽ ആ സെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? അതിനകത്ത് ആനോഡ് ആരാണ്, കാഥോഡ് ആരാണെന്ന് കണ്ടെത്തണം. അതേപോലെ സെൽ റെപ്രസെന്റേഷൻ പഠിക്കണം. അതേപോലെ എങ്ങനെയാണ് റിയാക്ടിവിറ്റി ബേസിൽ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് പഠിക്കാമെങ്കിൽ ആനോഡ് ആരാണെന്നും കാഥോഡ് ആരാണെന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് എന്ത് വരുന്നു? ഒരു സെൽ റെപ്രസെന്റേഷൻ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാഥോഡും ആനോഡും ആരാന്ന് എഴുതാം. ഡബിൾ ലെയർ ആയിട്ട് വരയ്ക്കുന്നത് സാൾട്ട് ബ്രിഡ്ജ് ആണ്. സാൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ രണ്ടിടത്തും എന്ത് ചെയ്യാൻ? ഇലക്ട്രോണിന്റെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഡാനിയൽ സെല്ലിന്റെ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പറയാണ്. നമ്മൾ 1.1 വോൾട്ട് ആണ് ഡാനിയൽ സെല്ലിന്. അത് നമ്മൾ എക്സ്പെരിമെന്റ് വഴിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഡാനിയൽ സെല്ലിന്റെ വോൾട്ടേജ് എന്താണെന്ന്, ഔട്ട്പുട്ട് എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ 1.1നേക്കാൾ കുറവാണെങ്കിൽ നെറ്റ് EMF എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യുന്നു. 1.1 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? 0 ആകുന്നു. 1.1നേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോളിസിസ് നടക്കുന്നു. ഇനി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് എന്ത്? അത് നമ്മൾ ഷീ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്.
അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അൺനോൺ ആയിട്ടുള്ള ഒരു സെല്ലിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പൊട്ടൻഷ്യൽ കണ്ടെത്താൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസ് കാണാതെ പഠിക്കണം. ഹൈഡ്രജന് മുകളിലോട്ടുള്ള ആളുകൾക്ക് റിയാക്ടിവിറ്റി കൂടുതലാണ്. റിയാക്ടിവിറ്റി കൂടിയ ആളുകൾ എപ്പോഴും എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. ഇലക്ട്രോൺസിനെ ആരാണോ വിട്ടുകൊടുക്കുന്നത് അവിടെ നടക്കുന്ന എന്താ? ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എപ്പോഴും എവിടെയേ നടക്കത്തുള്ളൂ? ആനോഡിലേ നടക്കത്തുള്ളൂ. ഇനി റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രോണെ വിട്ടുകൊടുക്കില്ല, സ്വീകരിക്കുകയേ ചെയ്യത്തുള്ളൂ. ഇലക്ട്രോണെ എപ്പോഴും സ്വീകരിക്കുന്നത് എവിടെ? എന്താണ് റിയാക്ഷനാ? റിഡോക്സ് റിയാക്ഷൻ ആണ്, സോറി റിഡക്ഷൻ റിയാക്ഷൻ ആണ്. റിഡക്ഷൻ റിയാക്ഷൻ എപ്പോഴും എവിടെ നടക്കത്തുള്ളൂ? കാഥോഡിലേ നടക്കത്തുള്ളൂ. ഓക്സിഡേഷനെയും റിഡക്ഷനെയും കൂടെ ഒരുമിച്ച് നടക്കുവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് വിളിക്കും? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ടിവിറ്റി കൂടുമ്പോൾ ഓക്സിഡേഷൻ എങ്ങനെയാ? റിയാക്ടിവിറ്റി കുറയുമ്പോൾ ഓക്സിഡേഷൻ എങ്ങനെയാ? സെൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? നമ്മൾ എന്തിനാ ഒരു സാൾട്ട് ബ്രിഡ്ജ് വരയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത് ചെയ്യണം? ആനോഡിന്റെയും കാഥോഡിന്റെയും വാല്യൂസ് എഴുതുന്നു. ഓവറാൾ റിയാക്ഷനകത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇലക്ട്രോൺസിനെയും കോമൺ ആയിട്ട് വരുന്ന ആളുകളെ ക്യാൻസൽ ചെയ്യണം. പിന്നെ നമ്മൾ പഠിച്ച കുറച്ച് നോൺ ഇക്വേഷനും ഇക്വിലിബ്രിയം തമ്മിലുള്ള റിലേഷൻ, അത് കഴിഞ്ഞിട്ട് എന്താ? ഗിബ്സ് ഫ്രീ എനർജി ആയിട്ടുള്ള ഇക്വേഷൻ, കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിന്റെ റിലേഷൻഷിപ്പ്, അവിടെ നിന്ന് കണ്ടക്ടൻസിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ സഹായിക്കുന്ന? നമുക്കൊരു അൺനോൺ റെസിസ്റ്റൻസ്, ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് തരുന്നു, അടുത്തുള്ള അൺനോൺ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി. മോളാർ കണ്ടക്ടിവിറ്റിയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ലാംഡ എം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ആണ്. K/C ആണ്. K കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ, C കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ആ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന മോളാർ കണ്ടക്ടിവിറ്റി ആണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. പിന്നെ അത് കഴിഞ്ഞ് കോൾവാഷസ് ലോ പറയുന്നത് ഒരു കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽ കമ്പോണന്റെയും കൂടെ കോൺട്രിബ്യൂഷൻസ് കൂട്ടുന്നതായിരിക്കും. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നമ്മൾ മഗ്നീഷ്യം ക്ലോറൈഡിന്റെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അത് ഇലക്ട്രോലിറ്റിക് സെൽ എന്താണെന്ന് പറഞ്ഞു. ഇലക്ട്രിക്കൽ എനർജിനെ എന്തായിട്ട് മാറ്റുന്നു? ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷനകത്ത് കെമിക്കൽ റിയാക്ഷനായിട്ട് മാറ്റും. ഒരു കെമിക്കൽ സെല്ലിനെ എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ് ഇലക്ട്രോലിറ്റിക് സെല്ല്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രോളിസിസ്, മെറ്റൽ എക്സ്ട്രാക്ഷൻസ്. പിന്നെ അതിനകത്തുള്ള പോയിന്റ്സുകളാണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ ആർക്കാണ്. പിന്നെ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ആ വാട്ടറിൽ ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്, ഓവറാൾ റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കും ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിനകത്ത് ആനോഡിലെ റിയാക്ഷൻ എഴുതാനും കാഥോഡിലെ റിയാക്ഷൻ എഴുതാനും. ആനോഡിൽ എപ്പോഴും എന്തായിരിക്കും? ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും. എന്നുവെച്ചാൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷൻ ആയിരിക്കും. വിട്ടുകൊടുക്കുമ്പോൾ എവിടാ? നമുക്ക് ഈ ആരോയ്ക്ക് ഇപ്പുറത്തെ ആയിട്ടാണ് എഴുതേണ്ടത്. സ്വീകരിക്കുവാണെങ്കിൽ എവിടെ ആയിട്ട് എഴുതേണ്ടത്? ഇവിടെ ആയിട്ടാണ് എഴുതേണ്ടത്. ഈ 4H+ ഇതാണ്ട് എങ്ങനെ 4 ആയ 2 2H2 ആണ്. 2 × 2 എത്ര? 4 ആണ്. അങ്ങനെ ഓവറാൾ റിയാക്ഷൻ നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? അതിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്ററി പറഞ്ഞു. ബാറ്ററി എത്ര തരത്തിലുണ്ട്? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ബാറ്ററീസ് ഉണ്ട്. പ്രൈമറി ബാറ്ററിയുടെ പ്രത്യേകത എന്താണ്? അത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എക്സാമ്പിൾ ആൽക്കലൈൻ ബാറ്ററിയാണ്. സെക്കൻഡറി ബാറ്ററി എന്താ? റീചാർജ് ചെയ്ത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററിയിലെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് ആരാണ്? അത് ലിഥിയം സാൾട്ട് ഓഫ് ഓർഗാനിക് സോൾവെന്റ് ആയിരിക്കും. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. അത് ബാറ്ററിയുടെ പോലെ തന്നെ സിമിലർ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കൊടുക്കണം? ഫ്യൂവൽ സപ്ലൈ ചെയ്യണം. പിന്നെ എക്സാമ്പിൾ ഓഫ് ഫ്യൂവൽ സെൽ ഹൈഡ്രജൻ സെല്ലാണ്. ഹൈഡ്രജൻ സെല്ലാണ് എന്ത് ഫ്യൂവൽ സെല്ലിന്റെ എക്സാമ്പിൾ. അതിനകത്തുള്ള ആനോഡ് ആരാണ്? കാഥോഡ് ആരാണ്? അവിടുത്തെ ഓവറാൾ റിയാക്ഷൻസ് എന്താണെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഫ്യൂവൽ സെല്ലിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രിസിറ്റിനെയും ആരെയും എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയും വരുന്നുണ്ട്, ഹീറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂവൽ സെൽ നടക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ ഇലക്ട്രിസിറ്റിയും എന്ത് നടക്കുന്നുണ്ട്? അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റിനെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റിനെ ജനറേറ്റ് ചെയ്യുക വിത്തൗട്ട് കമ്പഷൻ ആണെങ്കിൽ പോലും എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിസിറ്റി, ഹീറ്റും എന്ത് ചെയ്യുന്നു? അവിടെ ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ള. അതിനകത്ത് സെൽ റെപ്രസെന്റേഷനും ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആനോഡ് ഏതാ കാഥോഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പഠിക്കണം. അപ്പൊ നമുക്ക് സെൽ റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ എന്ത് എഴുതാൻ അറിയാം? കാഥോഡും ആനോഡും എഴുതാൻ അറിയാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കാഥോഡ് എഴുതണം, ആനോഡ് എഴുതാൻ അറിയാം, ഓക്സിഡേഷൻ എഴുതാൻ അറിയാം, റിഡക്ഷൻ എഴുതാൻ അറിയാം. അപ്പം കാഥോഡും ആനോഡും തന്നു കഴിഞ്ഞാൽ
കാഥോഡും ആനോഡും തന്നു കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പഠിക്കണം? സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ പഠിക്കണം. പിന്നെ ഇവിടെ പഠിക്കേണ്ട ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ കാഥോഡും ആനോഡും ആരാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും. റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ ആർക്കാണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണ് കൂടുതലെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ റിയാക്ടിവിറ്റി സീരീസിനകത്ത് പഠിക്കാൻ മറന്നു പോരുത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാപ്റ്റർ കുറച്ച് എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.